അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ചിട്ട് എൻ്റെ ആദ്യത്തെ മലയാളം വീഡിയോ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മൂന്നാമത്തെ ചാനൽ പ്രോപ്പർ നീഷ് സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മൂന്നാമത്തെ ചാനൽ എടുത്ത് നോക്കിയാൽ കണ്ടന്റിലേക്ക് പോവാം. ഇതിൽ ടോട്ടൽ 63 കണ്ടന്റ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കണ്ടന്റ് എടുത്ത് നോക്കിയാൽ 12 ബേസിക് ഇംഗ്ലീഷ് ടെൻസസ് എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം. ഈ ഒരു കണ്ടന്റിൽ ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ കേവലം ഒരു സ്ലേറ്റും പെൻസിലും മാത്രം എടുത്തതിന് ശേഷം അതിൽ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതി. വ്യൂവേഴ്സ് മുഴുവനായിട്ട് കണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതും എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പെൻസിലോ അല്ലെങ്കിൽ പേനോ എടുത്തിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റിട്ടൻഷൻ കൂടുതൽ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എഴുതിക്കൊണ്ട് എഡ്യൂക്കേഷൻ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം കേവലം ഞാൻ ഡിസൈൻ ചെയ്ത ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടതാണ്. ഇത് കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാനുള്ള വീഡിയോ കണ്ടന്റാണ്. അതിനുശേഷം ഭാഷ പഠിപ്പിക്കുന്നതും സ്ലേറ്റും പെൻസിലും ഉപയോഗിച്ചിട്ട് വരച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി. അതിനുശേഷം നോട്ട്ബുക്കിൽ ചിത്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി ട്രൈ ചെയ്തു. അതിനുശേഷം വീണ്ടും സ്ലേറ്റും പെൻസിലും. അപ്പോൾ ഈ സ്റ്റേജ് ആയിട്ടും എനിക്ക് ഫേസ് കാണിക്കാനുള്ള കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫേസ് കാണിക്കാൻ ഒരു രീതിയിലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എൻ്റെ വോയിസ് കേൾപ്പിക്കാൻ എനിക്ക് ഓക്കെ ആയിരുന്നു. ഫേസ് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് എനിക്ക് നീക്കം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള ആ മസിൽ ബിൽഡ് ചെയ്യണം. അതിന് പ്രോപ്പർലി ഞാനൊരു റെക്കോർഡിംഗ് ഹാബിറ്റ് എൻ്റെ ഹാബിറ്റ് ട്രാക്കറിൽ മാർക്ക് ചെയ്ത് തുടങ്ങി. സിംപ്ലി ഈവൻ ദോ നമ്മൾ പബ്ലിഷ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് റെക്കോർഡ് ചെയ്തിടുക, ഫോണിലിരുന്നോട്ടെ. അതിനുശേഷം ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കീപ്പ് ഓൺ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നു. വെറുതെ പബ്ലിഷ് ചെയ്തു, വെറുതെ റെക്കോർഡ് ചെയ്യും, വെറുതെ പബ്ലിഷ് ചെയ്യും. ആദ്യം ഇംഗ്ലീഷിൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ റെക്കോർഡ് ചെയ്തു, ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം പതുക്കെ മലയാളത്തിലേക്ക് മാറി മലയാളത്തിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. പബ്ലിഷ് ചെയ്യുമ്പോൾ യൂട്യൂബിലേക്കല്ല, കേവലം ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ക്യാമറന് മുന്നിൽ സംസാരിക്കാനുള്ള മസിൽ പതുക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി അബ്സല്യൂട്ട് ബിഗിനർ ആയിട്ടുള്ള ഈ റെസിസ്റ്റൻസ് എല്ലാം ഉള്ള, അല്ലെങ്കിൽ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഈ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ഈവൻ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ ഏതെല്ലാം സ്ട്രാറ്റജിയാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്കത് വർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും വർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് ലെസൺസ് എടുക്കാൻ പറ്റും, അതിനുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത്.